ഇപ്പം നല്ല മഴയൊക്കെയാണല്ലേ. ഈ മഴയത്ത് നല്ല ചൂട് ചായ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്സും കൂടി കഴിച്ചാൽ എന്ത് രസമായിരിക്കില്ലേ. അപ്പോൾ ഇന്നതേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണുണ്ട്. അപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ പോണേ. അപ്പം നമ്മൾ എപ്പോഴും പോണത് സൂഫി മന്തിക്കാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്കറിയായിരുന്നു നല്ല തിരക്കുണ്ടാവുന്നത്. അതുകൊണ്ട് എന്തായി നമുക്ക് വേറെ ട്രൈ ചെയ്യാൻ പറ്റി. നമുക്ക് പിന്നെ ഭാഗ്യം നന്നായി കൂടിയോണ്ട് ആ നേരത്തെ നല്ല മഴയായിരുന്നു കേട്ടോ. ഭാഗ്യം കൊണ്ട് സെക്യൂരിറ്റി നമുക്ക് കുട കൊണ്ട് തന്ന കാരണം നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ കുടയിൽ കയറി നിന്ന് അങ്ങോട്ട് നിന്നിട്ടാ. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കുട കഫേ പോണത്. ആശയ്ക്ക് 2-3 വട്ടം പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും വേണ്ടി പോണത്. പക്ഷെ അവിടെ മന്തി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നുള്ളൊരു പ്ലാനിങ് വെച്ചാണ് അങ്ങോട്ട് കയറിയത് കേട്ടോ. പിന്നെ സൺഡേ കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇത്ര പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്നിട്ട് ചെയറൊക്കെ ഇട്ട് തന്നിട്ട് അങ്ങനെ ഇരുത്താണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ അനുവിനുള്ള വെള്ളം കുപ്പിയൊക്കെയാണ് കൊണ്ടുപോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാന് നല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ട് വെള്ളം കൈ പിടിച്ചു. നമുക്ക് പാലെടുക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലെങ്കിലോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എല്ലാ വ്യൂവും കാണാം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ മഴ പെയ്ത കാരണം നല്ല തണവുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ AC വിടും. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ വേണ്ടി നമുക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ച് മേടിച്ചു കേട്ടോ ഒരു ചെയർ ഈ അനുവിനെ ഇരുത്താൻ വേണ്ടി. അപ്പോൾ ഈ അനുവിനാണെന്ന് വെച്ചാൽ അതിന് ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല ഞാൻ അവൻ ഉമ്മച്ചിയുടെ കൂടെയാണ് ഇരുത്തിയത്. കാരണം എൻ്റെ അടുത്ത് ഇരുന്ന് അവൻ എന്നെ തിന്നാൻ സമ്മതിക്കില്ല. എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് കാരണം ഞാൻ ഈ ചീനുവിൻ്റെ അടുത്തും ഉമ്മച്ചീൻ്റെ അടുത്താണ് ഇരുത്തിയത്. പിന്നെ അവൻ അവിടെ നിന്ന് എല്ലാതും നോക്കിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ അൽഫാം മന്തിയാണ് നമ്മൾ ഓർഡർ ആക്കിയത്. 2 അൽഫാം മന്തി നമ്മൾ പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണ് സൂഫി മന്തി അത്ര മോശമല്ല എന്നല്ല. പക്ഷേ ഇവിടുത്തെ മന്തി അവിടത്തേനേലും സൂപ്പർ അടിപൊളിയായിട്ട് തോന്നി. അതുമാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ഒക്കെ പെരുമാറ്റം അതൊക്കെ അടിപൊളിയായിരുന്നു. നല്ല നീറ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തള്ളലാട്ടോ. അതുപോലത്തെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുഴിമന്തി. അതും അവരുടെ പെരുമാറ്റം നല്ല അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് ചോറൊക്കെ വായിൽ വെച്ച് കൊടുത്തു. ആളും ഹാപ്പി ആയിരുന്നു. കുറച്ച് ചോറൊക്കെ കഴിച്ചും അങ്ങനെ കുറേ ടീസ്പൂൺ കൊണ്ട് കളിച്ചും ഒക്കെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അവൻ അങ്ങനെ ഇരുന്നു. ഞങ്ങൾ ഫുഡും കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കുന്നവരെ ഞാനുവിനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ രീതിയിൽ നല്ല പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അവൻ. ഫുഡ് കഴിക്കാൻ പോയാൽ കരഞ്ഞ് പൊളിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെയർ ഞാനിപ്പോൾ 2ാമത്തെ വട്ടമാണ് ഇവനിങ്ങനെ ഇരുത്തുന്നത്. ഞാൻ മുമ്പൊരു ഹോട്ടലിൽ പോയപ്പോഴും അതുപോലെ ഇവനിങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ മയോണീസും ആ തക്കാളി ചട്നിയും പിന്നെ സലാഡുകളും ആ ചിക്കനൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് തിന്നുട്ടാ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുമാത്രമല്ല നമ്മൾ മന്തി കഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് നാളായിട്ടോ. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല എൻ്റെ ഉമ്മച്ചിക്ക് മന്തി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. മന്തി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മന്തി കഴിക്കാൻ പോയത്. ഫുഡൊക്കെ കഴിച്ച് പകുതിയായപ്പോൾ നമ്മൾ 3 ടീയും പിന്നെ ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ടീക്ക് ഒരു ഗ്രാമ്പൂൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിന് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് ഞാനോന് എന്തായാലും ലൈം ജ്യൂസിൻ്റെ സ്ട്രോ എടുത്ത് ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തു. ഇത്തിരീശ് നല്ല തണവായതുകൊണ്ട് തന്നെ അധികം കൊടുത്തില്ല. കുറച്ച് കൊടുത്തുള്ളൂ കേട്ടോ.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയണ വരെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കഴിച്ചിറങ്ങിയതും വീണ്ടും നല്ല മഴ പെയ്തു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ യാനുവിനെ കിടത്തി ഇറക്കിയപ്പോൾ തണവായതുകൊണ്ട് അവൻ പുതപ്പ് പുതക്കില്ല. അതുകൊണ്ട് ഷോക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അതും പിടിച്ച് കളിക്കലായിരുന്നു അവൻ്റെ പരിപാടി ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.